നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു വിഷയത്തിൽ, അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസിന്റെ പക്ഷവും അതുപോലെ തന്നെ PV അൻവർ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇവിടെ ആരയയും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും മുന്നിലുള്ളത്. അൻവർ അയഞ്ഞ് വിധേയമായി UDF വിധേയമായി നിൽക്കുമോ? ഒരിക്കലും അൻവറിന് വിധേയമാകില്ല UDF എന്നുള്ളൊരു പ്രസ്താവന അത് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ഒരു പോക്ക് അതെങ്ങനെയാകുമെന്നാണ് എല്ലാവരും നോക്കി കാണുന്നത്. അല്ല, അവര് UDFില് തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. കാരണം അവരൊരിക്കലും ഒരു കോംപ്രമൈസിലേക്ക് എത്തി അവിടെ ഇലക്ഷനെ നേരിടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ VD സതീശനും പിന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഞങ്ങൾ വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നു പറഞ്ഞത് പാലിക്കാൻ പറ്റാത്തൊരു മുന്നണിയായി പോയി, ഒരു അവിയൽ മുന്നണിയായി മാറിയിരിക്കുന്നു UDF എന്ന് പറയുന്നത്. അൻവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് രാജിവെച്ചെന്നുള്ളതിന് ആദ്യം മറുപടി പറയട്ടെ, എന്നിട്ടാണ് അദ്ദേഹത്തിന് UDF പ്രവേശനം നടക്കില്ല എന്നുള്ളവരും. അദ്ദേഹം രാജിവെച്ച് നിലമ്പൂർ പോലെയുള്ള വളരെ പ്രസക്തമായ ഒരു നിയോജകമണ്ഡലത്തിൽ 1 വർഷം മാത്രം ബാക്കി നിൽക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടതിന്റെ യുക്തി എന്താണ്? അദ്ദേഹം എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ 9 വർഷക്കാല വികസനത്തിൽ കൈയഴിച്ച് സഹായിച്ച ഒരു സർക്കാരിനെ അധിക്ഷേപിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിയധിക്ഷേപം നടത്തി അദ്ദേഹം ഇറങ്ങിപ്പോയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം എങ്ങും എത്താത്തൊരു അവസരത്തിരിക്കും. അത് കാവ്യ രീതി എന്ന് പറയും. അതായത് PV അൻവറിനെ പോലെയുള്ള രാഷ്ട്രീയത്തിൽ ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തിയെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രബുദ്ധമായ ഒരു വോട്ടർമാരുടെ ഒരു സംഗമസ്ഥലമായ ആര്യാട് മുഹമ്മദിനെ പോലെയും TK ഹംസയെ പോലെയും പിന്നെ കുഞ്ഞാലിയെ പോലുള്ളവരൊക്കെ പ്രതിനിധീകരിച്ച നിലമ്പൂർ എന്ന് പറഞ്ഞ നിയോജകമണ്ഡലത്തിൽ ഇദ്ദേഹം ഒരു അധികപ്പറ്റായിരിക്കുന്നു. UDF തമ്മിലുള്ള അടി അത് ഞങ്ങളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഇടതുപക്ഷത്തിൽ അതൊരു കൗതുക കാഴ്ച മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവരെവിടെ മത്സരിച്ചാലും അവരിത് തന്നെയാണ് പതിവ് കാര്യങ്ങൾ. ഇവിടെ VD സതീശനും പിന്നെ PV അൻവറും തമ്മിലുള്ള ഒരു വ്യക്തിശത്രുതയാണ് ഇപ്പൊ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് VD സതീശൻ അദ്ദേഹത്തിനെ നഗ്നനാക്കി പുറത്തുവിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് വൃത്തികെട്ട രീതിയിലാണ് ഇടപെടുന്നതാണ് VD സതീശനെ പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞാൽ അതൊരു ന്യായമുണ്ട്. കാരണം വെച്ചാൽ VD സതീശൻ എന്ന് പറയുന്ന ഏകാധിപതി പിന്നെ UDFിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുള്ളവർ വളരെ വ്യക്തമായ കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനോട് അതൃപ്തിയുള്ളവരുണ്ട്. PV അൻവറിനെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പക്ഷമുണ്ട്. കൂടാതെ കണ്ട് സമാധാനനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും ആ പാർട്ടി പിന്നെ UDFിലെ പ്രമുഖ ആദരണീയ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പോലും ഈ അൻവറിനെ സഹകരിപ്പിക്കണം, തോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും സഹകരിക്കണമെന്നുള്ള നിലപാടെടുത്തപ്പോൾ അതിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ കണ്ട് കേരളത്തിലെ പിന്നെ UDFിന്റെ രാജാവാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാടെടുക്കുന്ന പിന്നെ VD സതീശനെതിരെ കൂടിയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ സംഭവിക്കാൻ പോകുന്നത്. നിലമ്പൂരത്തെ ജനങ്ങളെയാണ് ഇവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുകൊണ്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവർക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥിക്ക് UDFിന്റെ അത് നിലമ്പൂരിലെ ജനങ്ങൾ അത് ശ്രദ്ധിക്കുന്നതല്ലേ? നിലമ്പൂരിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ അവകാശിയാക്കിക്കൊണ്ടാണ് ഇവർ തമ്മിലുള്ള ഈ പോരാട്ടം നടക്കുന്നത്. എത്ര അവകാശമാണ്! രാഷ്ട്രീയത്തിൽ ഒരിക്കലും നിലനിൽക്കാൻ പോലും പാടില്ലാത്ത രീതിയിലുള്ള നേതാക്കന്മാര് ഈ രീതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഇതുപോലത്തെ വിഴുപ്പലക്കുക എന്ന് പറഞ്ഞാല് ഇവരെ എങ്ങാനും ജയിപ്പിച്ചു വിടുന്ന ആ പിന്നെ മണ്ഡലത്തിലെ നാട്ടുകാരുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ അവസ്ഥ എന്തായിരിക്കും? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ PV അൻവറിനെ UDFിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ UDFിൽ എടുക്കുക അല്ലെങ്കിൽ പിന്നെ പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുന്ന ആളായിട്ട് അവർ അംഗീകരിക്കുന്നത് നമ്മുടെ ആ മണ്ഡലത്തിലെ ആളുകൾക്ക് അതൊരു വിഷയമേ ഇല്ല. മണ്ഡലത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു സ്ഥാനാർത്ഥി ഒരു കാരണവും ഇല്ലാതെ കണ്ട് ആ സകല വികസന പ്രവർത്തനങ്ങളും ബ്ലോക്കാക്കി അവിടുന്ന് പടിയിറങ്ങി വ്യക്തിഗത നടത്തിയുള്ള സംസാരങ്ങൾ നടത്തി പോയ ആ വ്യക്തി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ദുർമാർഗമാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ മണ്ഡലത്തിലെ പിന്നെ വോട്ടർമാർ അതിന് പകരം ചോദിക്കും. ഒരു സംശയമില്ല, അങ്ങനെ വോട്ട് തേട്ടാവുന്ന ഒരു ജനതയാണോ വോട്ട് തേടി വിജയിച്ച ആ മണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്? അവിടെ VD സതീശനും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും ഈ അൻവർ ഒരു തമ്മിലടി കാണാനാണോ നിലമ്പൂരത്ത് ജനങ്ങൾക്ക് താല്പര്യം? കഠിനമായ ശിക്ഷയായിരിക്കും അവിടുത്തെ UDF സർക്കാർ സ്ഥാനാർത്ഥിക്ക് ആ നിലമ്പൂരിലെ ജനങ്ങൾ നൽകാൻ പോകുന്നത്. അതിന് യാതൊരു തർക്കമില്ല. അൻവർ ഏത് വഴിയിലും പോട്ടെ, അൻവറിനെ ഏത് കൂടാരത്തിൽ അടിഞ്ഞാലും സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയതാവിനെ കുറിച്ച് ഒരു പ്രസക്തമായ ഒരു വിലയിരുത്തൽ പോലും നമുക്ക് ഇവിടെ സാങ്കത്യമില്ലെന്നുള്ളതാണ് പറയാനുള്ളത്. തീർച്ചയായും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു കോൺഗ്രസിന്റെ ഒരു നിലപാടിൽ അതിൽ അയയാതെ അൻവർ നിൽക്കുകയാണെങ്കിൽ ഈ തൃണമൂലുമായി നിന്നുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അൻവർ മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്?
അങ്ങനെയൊന്നും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം PV അൻവറിനെ സംബന്ധിച്ചുള്ള വഴി പൊട്ടിയിരിക്കുന്നത്, എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് VD-സതീശന്റെ ആട്ടും അപമാനവും കേട്ടുകൊണ്ട് പിന്നെ UDF-നോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ഉള്ള ഒരു മാർഗമാണ് ഞാൻ കാണുന്നത്. അല്ലാതെ കൊണ്ട് വേറൊരു മാർഗം അദ്ദേഹത്തിന് മുമ്പിലില്ല. പിന്നെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ഒരു ഏകാധിപതി പിന്നെ കീഴിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100-500 വോട്ടിൽ കൂടുതൽ 500 പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യത്തിലേക്ക് പോകും. PV അൻവർ ഒരു കാര്യം വ്യക്തമാക്കിയത്, കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ ഒരു രാഷ്ട്രീയതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. അപ്പൊ അടിക്കുമ്പോൾ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ തൃണമൂലിന്റെ ഭാഗത്തു നിന്ന് മത്സരിക്കുകയാണ് എങ്കിൽ എത്ര വോട്ട് കിട്ടും എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും ഈ നിലമ്പൂരിലെ PV അൻവറിന് കുറച്ചെങ്കിലും വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ PV അൻവർ ഇത്തരത്തിൽ തൃണമൂലുമായി നിന്നുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ PV അൻവറിന് വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കോൺഗ്രസിന് അവിടെ വോട്ട് കുറയും എന്നുള്ളൊരു ഭയം അത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. PV അൻവർ പിന്നെ UDF-ഉം കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മത്സരത്തിലേക്ക് ഇറങ്ങിയാൽ പോലും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ജയിക്കത്തില്ല. കാരണം UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിന്മാറി കഴിഞ്ഞു. കാരണം ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ, നിങ്ങളിപ്പോഴുള്ള മാധ്യമങ്ങളിലൂടെ തന്നെ നിലമ്പൂരിലെ വോട്ടർമാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ല. ഇവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കൂടാണ്ട് തന്നെ അവിടെ പിന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ട അവിടെ അത്യാവശ്യം ജനകീയ അടിത്തറയുള്ള മാന്യനായ ഒരു ചെറുപ്പക്കാരനായ KSUവിലൂടെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായ സൗമ്യനായ VS ജോയിക്ക് സീറ്റ് നിഷേധിച്ചതിലൂടെ തന്നെ VS ജോയിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം അദ്ദേഹത്തിൻ്റെതായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തിൽപ്പെട്ടവരെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു കാരണവശാലും ഇനിയിപ്പോ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ പോലും അവിടെ ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർ സ്വയം നേടിയെടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. BV പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങ് ഓർക്കുമായിരിക്കുമല്ലോ. BV പ്രകാശ് എന്ന് പറയുന്നത് മുൻ പിന്നെ മലപ്പുറം DCC പ്രസിഡന്റാണ്. കഴിഞ്ഞ തവണ ഇതേ പിന്നെ അൻവറിനെതിരെ മത്സരിച്ച് 2200 വോട്ടിന് പരാജയപ്പെട്ട ആളാണ്. വളരെ സ്വാധീനനായ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വളരെ താല്പര്യമുള്ള VV പ്രകാശിന്റെ അകാല ഭരണത്തിലൂടെയാണ് പിന്നെ ഇപ്പൊ UDF നേരിടുന്നൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മകള് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഷൗക്കത്തിന് സീറ്റ് കൊടുക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ്. തന്റെ അച്ഛൻ മരിച്ചുവെങ്കിലും തന്റെ അച്ഛൻ നിലമ്പൂരിൽ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു കാരണവശാലും ഷൗക്കത്തിന് സീറ്റ് കൊടുക്കുന്നത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ട് അത് വളരെ വൈറലാണ് കേരളം മുഴുവനും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഷൗക്കത്തിനെ പോലെ ഷൗക്കത്തല്ല ഇനി സാക്ഷാൽ VD-സതീശൻ മത്സരിച്ചാൽ പോലും വളരെ ദയനീയമായിട്ട് പരാജയപ്പെടും. അതുകൊണ്ട് അവരൊറ്റക്കെട്ടായിട്ട് തൃണമൂലിൽ പോകാതെ ഒന്നിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം പറ്റുന്നൊക്കെ പറഞ്ഞ് ഇതിനൊരു കോമഡി ആയിട്ട് മാത്രമേ കാണത്തുള്ളൂ. ചക്രത്തി പോരാട്ടത്തൊക്കെ നമ്മൾ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അത് അതേപടി ആവർത്തിച്ചിരിക്കുകയാണ് നിലമ്പൂർ. പക്ഷെ ഇവര് മനസ്സിലാക്കണം, ഇവരെ അധിക്ഷേപിക്കുന്ന അപമാനിക്കുന്നതും 1.25 വരുന്ന വോട്ടർമാരോടാണെന്നുള്ളത് അവർ മറന്നുപോയെന്നുള്ളതാണ്. ഇവരുടെ വിലപേശലും പിന്നെ അധിക്ഷേപശാലകളും വ്യക്തിഗതികളും കേട്ട് നാണം കെട്ടിരിക്കുകയാണ് നമ്മുടെ നിലമ്പൂരിലെ വോട്ടർമാർ. എനിക്ക് നിലമ്പൂർ വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന സ്ഥലമാണ്. വളരെ പ്രബുദ്ധമായ, വളരെ മതേതരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും വളരെ ഹാർമണിയോട് ജീവിക്കുന്ന കുടിയേറ്റ കർഷകർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂര്. അവിടെ ആര്യാട് മുഹമ്മദ് 35 വർഷക്കാലം അവിടെ പ്രതിനിധിച്ച ഒരാളാണ്. ആര്യാട് മുഹമ്മദിന്റെയൊക്കെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയപരമായ ബോധത്തോടുകൂടിയുള്ള പോരാട്ടങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള അന്തസ്സില്ലാത്ത രാഷ്ട്രീയ വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. അതിനുള്ള ശിക്ഷ വളരെ കഠിനമായിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ UDF മുന്നണിക്ക് നൽകും. അതാണ് ഇതിനകത്തെ വസ്തുത എന്ന് പറയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.